സഭാഷണം വന്ന് കൂടി അങ്ങനെ സഭാഷണമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു നൂറിപ്പോൾ സഭാഷണമായിട്ട് ഞാൻ വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവസാനമായപ്പോഴാണ് നമ്മൾ അറിയണത് ഇത് മദ്യപിക്കുമെന്ന് ഒക്കെ എന്നുള്ള കാര്യം. നമ്മൾ കല്യാണം ആലോചിക്കുന്നുണ്ട്, നടന്നില്ല. ഓരോരുത്തർ വന്ന് നോക്കിപ്പോയി, അങ്ങനെ ഉള്ളതായിരുന്നു. പോലീസുകാരിടുന്ന ഫോട്ടോ ഒന്നും അല്ല ശരിക്കും ഉള്ള. അത് പഴയ ഫോട്ടോ ഒക്കെ എങ്ങനെ അവളിപ്പോൾ കാണാതിരുന്ന കാലത്ത് ഷാമ്പു ചെയ്ത് നല്ല മുടിയൊക്കെ നല്ല ഷാമ്പു ചെയ്ത് പറപ്പിച്ച് മിടുക്കിയാണ്. ഒരു കുഴപ്പത്തിനും ഇതിനും പോണ പെങ്കച്ചല്ല, ഒന്നിനും പോകില്ല. പഠിക്കാനും മിടുക്കി എന്തിനും. ഇതൊക്കെ നല്ല ഇതായിട്ടൊക്കെ നടന്നിരുന്ന ആളാണ്. മിടുക്കിയായിരുന്നു. ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചു, ഇവിടെ നിന്ന് പഠിച്ചു. ഇവിടെ അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവള് അപ്സെറ്റായി. കല്യാണം ശരിയായിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. കല്യാണം ആലോചിക്കുന്നുണ്ട്, നടന്നില്ല. ഓരോരുത്തർ വന്ന് നോക്കിപ്പോയി, അങ്ങനെ ഉള്ളതായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം മാത്രമല്ലല്ലോ, എല്ലാവരും ആൾക്കാർ നോക്കണം. പിന്നെ അച്ഛന് ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ വരുമ്പോൾ ആൾക്കാരൊക്കെ മാനസികം ഇവിടെ പറഞ്ഞു കൊടുക്കാനും ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ആൾക്കാർ ഇട്ടിട്ട് പോകും. അങ്ങനെ ഒരുപാട് മുടങ്ങി. പിന്നെ IAS തപ്പി നടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കല്യാണം മുടങ്ങിയെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഓരോരുത്തർ ഈ പറയുന്നവർ തന്നെയായിരിക്കും അത് അങ്ങനെ പറഞ്ഞത്. മുടക്കിയവർ തന്നെയാണ് അതങ്ങനെ പറഞ്ഞ് നടക്കണം. ഈ കാണുന്ന ഇപ്പം പോലീസുകാരിടുന്ന ഫോട്ടോ ഒന്നും അല്ല ശരിക്കും ഉള്ള. അത് പഴയ ഫോട്ടോ ഒക്കെ എങ്ങനെ അവളിപ്പോൾ കാണാതിരുന്ന കാലത്ത് ഷാമ്പു ചെയ്ത് നല്ല മുടിയൊക്കെ നല്ല ഷാമ്പു ചെയ്ത് പറപ്പിച്ച് ഇങ്ങനെയൊക്കെ നല്ല ഇതായിട്ട് നടന്നില്ല. മുടിയൊക്കെ ഇങ്ങനെ ആ ഫോട്ടോക്ക് വന്നിട്ടില്ലേ. ഇവിടെ വല്ലപ്പോഴൊക്കെ വരുള്ളായിരുന്നു. ഇവിടുന്ന് പഠിത്തം കഴിഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ അങ്ങോട്ട് പോയി ബാംഗ്ലൂരൊക്കെ പോയി വന്നു കഴിഞ്ഞ് പിന്നെ കാണാറില്ലായിരുന്നു. പിന്നെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവിടെ വച്ച്. അന്ന് ഞാനില്ലായിരുന്നു. ഈ വസ്തുവൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവൾ പറക്കുന്നത്. ആ വീട് നിൽക്കുന്ന വസ്തു അവളുടെ. അങ്ങനെ ഇവിടെ മുതൽ അങ്ങോട്ട് ഉള്ളത് അവരുടെ ആയിരുന്നു. അതെല്ലാം ഇങ്ങനെ കുറച്ചൊക്കെ സർക്കാർ കൊണ്ടുപോയി. ഞങ്ങൾക്ക് കുറച്ചൊക്കെ സർക്കാർ കൊണ്ടുപോയി. സർക്കാർ കൊണ്ടുപോയി എല്ലാം. എന്നുവെച്ചാൽ ചേട്ടന് ഇതായിരുന്നു ഷാപ്പ്. ഈ വൈക്കം മണി എന്നും പറഞ്ഞൊരു മണിയുണ്ട്. അവരൊക്കെ കൂടി ഇവിടുത്തെ 2-3 പിള്ളേരും ഇയാളുടെ ആങ്ങളെയൊക്കെ കൂടി ഷാപ്പ് ലേലം പിടിച്ച് വന്നപ്പം പിള്ളേരുടെ 2 പേരുടെ എല്ലാം സ്ഥലം പോയി. ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരാൾ വണ്ടിയിൽ ആക്സിഡൻ്റ് ഉണ്ടായി പോയി മരിച്ചു. മരിച്ചത് കൂട്ടാളികൾ. വസ്തു അവരുടെയൊക്കെ വസ്തു കൊണ്ടുപോയി. ഇവിടെ വസ്തു പോയി. ലേലത്തിൽ വെച്ച് ഇപ്പൊ നിങ്ങൾ കയറി വന്ന സ്ഥലമുണ്ട് ഇതിന്റെ അപ്പുറത്ത്. ആ വസ്തു അവരുടെ അത് ലേലത്തിൽ പോയത്. പിന്നെ ഇവിടെ കുറച്ച് അവരുടെ വീടിനുള്ള സ്ഥലം മാത്രമേ കൊടുത്തുള്ളൂ. വീടും സ്ഥലവും കൂടി ഉള്ളത് അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം സർക്കാർ പിടിച്ചു. ലേലത്തിൽ മറ്റേ ഷാപ്പിൻ്റെ പേരിൽ പിടിച്ചു. അതിനു മുമ്പാണ് സർക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പാണ് ഈ ഒരു സ്ഥലമൊക്കെ വിറ്റത് അവർ. ഇത് മറ്റത് എന്നാൽ വീടും കുടുംബവും കൂടിയുള്ളത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് സർക്കാർ എടുത്തില്ല. അത് ഇവർ വിറ്റ്. പിന്നെ എറണാകുളത്തേക്ക് ഇത് വസ്തു ഉണ്ടായിരുന്നു. അത് പേപ്പറെ വന്നപ്പോൾ അങ്ങനെ പ്രവീൺ അത് പുള്ളി വരുന്ന ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. പക്ഷെ പുള്ളി നമുക്ക് കാണാൻ പറ്റില്ല. വന്ന് സന്ധ്യയ്ക്ക് രാത്രിയില്ല ഇവിടെ പരിയുള്ള വീട്ടിലൊക്കെ വന്നിട്ട് പുള്ളി വന്ന് കാറിലാണ് വന്നത്. അപ്പോൾ ഒട്ടും കാണാം. ഇല്ല, ഇത് കഴിഞ്ഞിട്ടൊന്നും പുള്ളി അങ്ങനെ ഇല്ല. അതിന് മുമ്പൊക്കെ സംസാരിക്കുമായിരുന്നു. ഒരു പെൺകുട്ടിയെ കാണാതാവുമ്പോൾ സാധാരണ നാട്ടിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ആൾക്കാരൊക്കെ. ഇങ്ങനെയൊന്നും ഇല്ല, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നാമത് ശരിക്കും പോയോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല. ഇവിടെ തന്നെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുകയാണോ? എന്തും അങ്ങനെ ബോൾഡാണോ കാണുമ്പോൾ വർത്താനമൊക്കെ പറയാനും? നമ്മൾ സംസാരിച്ച പറയാൻ ഇതൊക്കെ ബോൾഡാണ്. നല്ല ഇതാണ്. അല്ല, ഇങ്ങനെ വല്ലവരുടെയും കഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ? ഒരു അബദ്ധത്തിൽ പോയി ചാടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അവസാനമായപ്പോഴാണ് നമ്മൾ അറിയണത് ഇത് മദ്യപിക്കുമെന്ന് ഒക്കെ എന്നുള്ള കാര്യം. നമ്മൾ ഇവിടെ ആൾക്കാർക്ക് പോയോ മരിച്ചോ ഇല്ല എന്നുള്ളത് ആർക്കും അറിയാമല്ല. ഈയിടെയാണ് ഇപ്പം മരിച്ചെന്നുള്ള ഒരു സംശയം വന്നത്.
അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുവെച്ചാൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ അങ്ങനെ പോകും, രാവിലെ പോകും. പിന്നെ അച്ഛൻ്റെ പെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കാനായിട്ട് അവൾ താലൂക്ക് ട്രഷറിയിൽ വരുമായിരുന്നു. ആലപ്പുഴ കുറേ നാൾ താമസിച്ചു. ആലപ്പുഴ അമ്മ വീട്ടിൽ അവിടെ നിന്ന് കണ്ടാക്കി. വിവാഹം കഴിക്കാത്ത മോളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ കിട്ടും. കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കിട്ടിക്കൊണ്ടിരുന്ന് വാങ്ങിക്കാൻ മാസത്തിലൊരിക്കൽ ചേർത്തല വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളായിട്ട് കാണാനില്ല. എവിടെ പോയി? അച്ഛൻ എന്തായിരുന്നു ജോലി? എക്സൈസ്. ബിന്ദു വന്ന് സംസാരിക്കുവാ. നമ്മൾ കാണുമ്പോൾ ചിരിക്കും. എത്ര വയസ്സ് വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ? ഒരു 3-4 വയസ്സിലൊക്കെ വ്യത്യാസം. എന്നേലും മൂത്തതാണ്. 2 വയസ്സ് കാണും. എന്താന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ പ്രായമാണ്. എങ്ങനെയാ ബിന്ദു ഇടപെടുമ്പോഴൊക്കെ എങ്ങനെയാ ചെറുപ്പത്തില്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മളോട് നല്ല രീതിയിലായിരുന്നു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ, നല്ല രീതിയിലായിരുന്നു. അവര് സാമ്പത്തികമുള്ള ആൾക്കാരല്ലേ, അപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെ ഇതായാലും പോരാഞ്ഞിട്ട് അവര് നായന്മാർ സമുദായം, ഞങ്ങൾ വേല സമുദായക്കാരാ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജാതിക്കൊക്കെ ഇത്തിരി ഇതുള്ള ആൾക്കാരായിരുന്നു. നമ്മളെ കാണുമ്പോൾ അവരുടെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ എടപ്പോണെന്നൊക്കെ ചോദിക്കും, ആങ്ങളെയാണെങ്കിൽ. പക്ഷെ ഈ കൊച്ച് ചിരിക്കത്ത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. അവരപ്പുറത്താണ് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞ് 2 പിള്ളേരുണ്ടായി, ഒരാണും ഒരു പെണ്ണും. അതാണ് ബിന്ദു. പ്രവീൺ മൂത്തതാണ്, ഇളയത് ബിന്ദുവാണ്. അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു 10-16-18 വയസ്സ് ആയപ്പോൾ മുതൽ പഠിക്കാൻ പോവുകയാണ്. പഠിച്ചു വന്നു കഴിഞ്ഞ് ഇങ്ങനെ 10-20 വയസ്സായപ്പോൾ 20 വയസ്സോട് കൂടിയപ്പോൾ ഇത് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ കഞ്ചാവും കുന്തവും കുറിച്ച് കാരണത്തെ ഇത് സാധനം കഴിച്ചിട്ട് എല്ലായിടത്തും ഓടി നടക്കും. ഈ കൊച്ചേ, പെങ്കൊച്ച് ഇങ്ങനെ പോവും. ഈ കഞ്ചാവ് അന്നും ഉണ്ടായിരുന്നു. ഈ എന്താടി അപ്പം എങ്ങനെ അന്ന് പോയിക്കൊണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അവർ അച്ഛൻ ആദ്യം മരിക്കണ അമ്മയാണ്. അമ്മ മരിച്ചു. പിന്നെ ഇങ്ങനെ പോയി പിന്നെ അങ്ങനെ ആണ് പിന്നെ ഇയാൾ സെബാസ്റ്റ്യൻ വന്ന് ഇങ്ങനെ കൂടി ഇങ്ങനെയൊക്കെ സഭാഷം വന്ന് കൂടി അങ്ങനെ സഭാഷണമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു ലൂരിൽ പോയിട്ട്. അങ്ങനെ നടന്ന ഒരു സുപ്രായത്തെ കൊച്ചിനെ കണ്ടില്ല. അങ്ങനെയാണ് ഇപ്പോഴും കണ്ടുണ്ടോ ഇവിടെ പിന്നെ അവിടെ വരികയും പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് പല പ്രാവശ്യം. പ്രാവശ്യമില്ല, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സഭാഷണ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിന്ദുവിന്റെ വന്നിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ നല്ല ഇതായിട്ട് നിങ്ങൾ നിൽക്കണേ. ഇയാൾ വന്നിട്ടുണ്ട്, അയാൾ അവിടെ നിന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഇതായിരുന്നു. സെബാസ്റ്റ്യനെ കാഴ്ചയിൽ എങ്ങനെയുണ്ട് ആള്? നല്ല കുട്ടപ്പനായിരുന്നു അന്ന്. ആണോ? നല്ല കുട്ടപ്പനായിരുന്നു, ചെറുപ്പക്കാരൻ തന്നെ. ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ക്രൂരത നമുക്ക് തോന്നിക്കുമായിരുന്നു? ഇല്ല, അങ്ങനെ ഒന്നും തോന്നിക്കില്ല ചേട്ടാ. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ സൗമനസ്സായിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നും. ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ? അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആരുമില്ലല്ലോ. അച്ഛൻ ചത്തുപോയില്ലേ, അല്ല അമ്മ ചത്തുപോയി, പിന്നെ അച്ഛനായി, പിന്നെ ആങ്ങളെ ഉള്ളു. ആങ്ങളെ ജോലിക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിന്ദുവിനെ കല്യാണം കഴിക്കാഞ്ഞേ? അത് ഇങ്ങനെ ഇങ്ങനെ കല്യാണം കഴിച്ചില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റും. ഈ അച്ഛൻ മരിച്ചതിന് ശേഷം ഡെസ്പായോ? കുറച്ച് മനപ്രയാസമായല്ലേ ആരും ഇനി നോക്കാനില്ല? ആർക്ക് പെണ്ണിനാ? അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൗശിക്കാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആലപ്പുഴ അവിടെ ഇവിടെയൊക്കെ വീടുണ്ട്. നല്ല സാമ്പത്തികമുള്ള പാർട്ടിയാണ്, നല്ല സാമ്പത്തികമുള്ള പാർട്ടിയാണ്. അച്ഛൻ്റെ അപ്പച്ച് പെങ്ങന്മാരൊക്കെ ഉണ്ട്, 5-6 പേരുണ്ട്. അങ്ങനെയൊക്കെ അവർ ജീവിച്ചിട്ടുണ്ടെന്നാണ് അവരാര്. പിന്നെ എന്താണ് ഇങ്ങനെ പോയെന്ന് മരണപ്പെട്ടു എന്ന് അച്ഛന് വിശ്വാസം തോന്നുന്നുണ്ടോ? ഈ ബിന്ദു ഇപ്പോഴേ ഇവിടെയും കാണാത്ത. ഇപ്പം വർഷം എത്രയെന്തേ? വർഷം കുറേയായി. ചത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരികയല്ലേ. ആങ്ങളെയും തിരക്ക് പ്രാവശ്യം 1-2 പ്രാവശ്യം വന്നായിരുന്നു ഇവിടേക്ക്. ഈ മരണപ്പെട്ടാണെന്ന് പറയാനുണ്ട്. പക്ഷേ അത് എവിടെ പോയി ചത്ത് എവിടെ ഉണ്ട് ഒന്നും അറിയാനൊക്കെ ഇല്ല. പിന്നെ ഇത്ര പരന്ന് കിടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പോയി കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോണോ? ഭാര്യന് വേറെ കല്യാണം കഴിച്ചു. ഈ മനോജിന്റെ ഈ കൂട്ടുകാരൻ്റെ ആത്മഹത്യ ചെയ്ത കൂട്ടുകാരൻ്റെ ഭാര്യ വേറെ കല്യാണം കഴിച്ചു. അവരെയൊക്കെ അറിയാം അല്ലേ? അവരെയൊക്കെ അറിയാം. പക്ഷെ ഇവിടെ ഇവര് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ പേടിയായില്ലേ ഇങ്ങനെയൊക്കെ? പിന്നെ പേടിക്കണ്ടേ ഇന്നത്തെ കാലം?
ഏതെല്ലാം വിധത്തിലാണല്ലേ മരണം തന്നെ ഒരു വഴി. അതിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായി മാറി. അത് തന്നെ. ഇപ്പൊ വേറെ ആളുകൾ വാങ്ങി താമസിക്കാണ്. ഈ സ്ഥലമൊക്കെ അവരുടെ അബ്കാരി വിളിച്ചു പോയതാണ്. ഇപ്പുറത്തെ ഒരു ചെറിയ സെന്റ് സ്ഥലമുണ്ട്, അത് ഞങ്ങൾ അളക്കാൻ വേണ്ടി വന്നതാണ്. അതിന് വേണ്ടിട്ട് നോക്കിയതാണ്. അത് വായിക്കാനാണോ? മേടിക്കാൻ ഇതിനൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ അറിയാം. പക്ഷെ നമ്മളുമായിട്ട് ബന്ധങ്ങൾ ബിന്ദു പത്മനാഭനെ അറിയാം, അച്ഛനറിയാം, ആങ്ങളേനെ അറിയാം, എല്ലാവരെയും അറിയാം. ആണല്ലേ? ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ എന്താ തോന്നി? ഇങ്ങനെ ഒരു വിഷയമൊക്കെ അത് പോവുകയാണെന്നാണ് ഞങ്ങൾ ഓർത്തത്. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാം പോയി. ഇവിടെ കുറച്ച് അപ്പുറം ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആ കൊണ്ടുപോയ ആൾ വിറ്റി തകർത്താണ് എന്നെ കൊണ്ടുപോയത്. എല്ലാം മുടിപ്പിച്ച് കല്യാണം കഴിച്ച ആള് കല്യാണം കഴിച്ചെന്നും പറയാണ്, കൂടിയതാണെന്നും പറയുന്നുണ്ട്. ഈ ഇവർ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഈ വസ്തുവിന്റെ കാര്യത്തിൽ പ്രശ്നമായിരുന്നു. ഒരു തർക്കമില്ല, ഇവരെല്ലാവരും ഒന്നിച്ചല്ല ജീവിച്ചിരുന്നത്. അല്ല, ആദ്യം വിൽപത്രം എഴുതി വെച്ചപ്പോൾ രണ്ടുപേർക്കും തുല്യമായിട്ട് എഴുതി വെച്ച് പിന്നെ അത് കഴിഞ്ഞ് ചെറുക്കനെ കോട്ടയത്ത് മറ്റേ ഒരു കച്ചവടത്തിന് പോയായിരുന്നു. അങ്ങനെ അവിടുന്ന് പൊളിഞ്ഞ്. ആര് കച്ചവടത്തിന് പോയി? ഈ ആങ്ങളെ ചേർക്കൻ അങ്ങനെ പൊളിഞ്ഞ്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അച്ഛന് അങ്ങനെ ഇവര് ഇപ്പൊ അവരുടെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്ത. ആദ്യം വിൽപത്രത്തിനകത്ത് മോനായിരുന്നു അല്ല, രണ്ടുപേർക്കും തുല്യമായി. അത് കഴിഞ്ഞ് മോനുള്ളത് കൂടി ഈ ബിന്ദു പത്മനാഭന്റെ പേരിലേക്ക് ആക്കി വിൽപത്രം റെഡിയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഒരു അറിവില്ല. മടിക്ക് പെണ്ണായിരുന്നു അങ്ങനെ അത് തന്നെ. അവർ ആദ്യം വരുന്നത് നമ്മുടെ അതിലൊക്കെ. അത് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലം മേടിച്ച് അവിടുത്തെ പെര വെച്ചു. അങ്ങനെ എല്ലാവരും പറഞ്ഞ് കാണാതെ തട്ടിക്കളയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ തിരക്ക് പിടിച്ച് വന്നപ്പോഴാണ് പിന്നെ ഓരോന്നായിട്ട് പൊങ്ങി വരുന്നത്. ഇതുപോലെ എത്ര നാൾ തൊട്ട് അറിയാം ചേട്ടന്? എൻ്റെ ചെറുപ്പം തൊട്ടേ അറിയാം. ആ, അങ്ങനെ ഇവിടെയാണ് താമസിച്ചത്. അപ്പച്ചയുടെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ തെക്കേ വീടാണ്. അപ്പച്ചക്ക് മക്കളൊന്നുമില്ല. അങ്ങനെ അവരാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത്, ഈ പപ്പനവനെ. അത് കഴിഞ്ഞ് അങ്ങേർക്ക് ഒരു ചെറിയ അസുഖമൊക്കെ വന്നപ്പോൾ ഇവിടെ വെച്ചാണ് മരുന്നൊക്കെ കൊടുക്കുകയും ഞങ്ങളൊക്കെയാണ് തല വെള്ളം ഒഴിക്കണം. ഈ പത്മനാഭന്റെ അത് അന്നേരം ജോലിക്ക് നിൽക്കുകയാണ്, സർവീസിലുണ്ടേ. ബിന്ദു അല്ല, പത്മനാഭൻ. പിന്നെ അങ്ങനെ അപ്പോഴൊക്കെ എത്രയുണ്ട് ബിന്ദുവിന്? വയസ്സൊക്കെ എത്ര ഉണ്ടായിരുന്നു അന്നേരമൊക്കെ? ബിന്ദുക്ക് ചെറുപ്പമില്ലേ, അന്നോട്ട് അറിയാല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട് അതിൻ്റെ വടക്കേതാ. അന്ന് ഇങ്ങനെ ഒരു സ്വഭാവം, എന്തെങ്കിലും നല്ല സ്വഭാവം തന്നെയായിരുന്നു? മിടുക്കിയാണ്, ഒരു കുഴപ്പത്തിനും ഇതിലും പോണ പെങ്കച്ചല്ലായിരുന്നു. ഒന്നിനും പോകില്ല. പഠിക്കാനും മിടുക്കി, എന്തിനും. ആൾക്കാരോടൊക്കെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ. ഞങ്ങളെ അതിലേ കൂടിയായിരുന്നു പിന്നെ ഞങ്ങളുടെ പോക്ക് വരവ്. അന്ന് ഈ റോഡൊന്നും ഇല്ലേ. പിന്നെ അന്നേരം എൻ്റെ ആ ഇലിക്ക ഷാപ്പിനോട് എൻ്റെ മാമന് കടയുണ്ട്. അങ്ങനെ പോകണം ഞങ്ങൾ അതിലേ കൂടി. അന്നേരം ഇവർ അതിലേ കൂടിയാണ് പോകുന്നത്. എൻ്റെ ആയിരമൊക്കെ വലിയ അവിടെ പോയെന്നാൽ കഴിക്കോളെ പണിക്ക് പോയാൽ പണിയുണ്ട എന്നൊക്കെ ചോദിച്ചു വിശേഷങ്ങളൊക്കെ പറയും. അമ്മേനെ അറിയാം, എൻ്റെ അപ്പൂപ്പനെ അറിയാം, അച്ഛനറിയാം, എല്ലാവരും അറിയാം. ജോലിയുടെ കാര്യം നല്ല ഇതായിരുന്നു ഞങ്ങൾക്ക്. നല്ല പൈസയും ഉണ്ടാക്കി ഞങ്ങൾ. ഈ പത്മനാഭൻ ബിന്ദുവിന്റെ അപ്പൻ ഇത് അപ്പുറം ഒരു സ്ഥലം മേടിച്ചായിരുന്നു, അത് വിറ്റായിരുന്നു അങ്ങനെ. എന്നാൽ അങ്ങനെ നല്ലപോലെ ഇരിക്കുമ്പോഴാണ് വിറ്റ. ഞങ്ങളുടെയൊക്കെ കൊച്ചിലുള്ള ഞങ്ങളൊക്കെ എടുത്തു നടന്ന പ്രായമുള്ള കൊച്ചാണത്. എനിക്കിപ്പോൾ 74 വയസ്സ് കഴിഞ്ഞതാണ്. ശബാഷ് തന്നെയാണെന്ന് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തെന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? ഇപ്പം എല്ലാവരുടെയും തെളിവ് ഇയാൾ ഇങ്ങനെ ഒറ്റനാണെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.